കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഇതിന്റെ വ്യാപനം ഗുരുതരമായി മാറുകയാണ്. ലക്ഷണങ്ങളോടുകൂടി 2 കുട്ടികൾ കൂടി ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട്. വടകര, പള്ളിക്കര, കീഴൂർ സ്വദേശികളായ 10, 14 വയസ്സുള്ള വിദ്യാർത്ഥികളെയാണ് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന ഫറോക്ക് സ്വദേശിയായ 14-കാരന്റെ നില അതീവ ഗുരുതരമായി തുടരുകയുമാണ്. ഈ വിഷയം ഇന്ന് നിയമസഭയിൽ ആരോഗ്യമന്ത്രി മറുപടി നൽകിയിരുന്നു. ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം: രോഗം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് സമാന രോഗലക്ഷണങ്ങളുമായി രോഗികൾ തിരുവനന്തപുരത്തെ ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ എത്തിയിരുന്നതായാണ്. ഇക്കാര്യം ആരോഗ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. സർ, ഇത് നേരത്തെയും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീചിത്ര ഉൾപ്പെടെയുള്ള പല ഹോസ്പിറ്റലുകളിലും മുൻപ് തന്നെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവിടെ കേസുകൾ എത്തിയിട്ടുള്ളതായിട്ട് രേഖകളുണ്ട്. ഇതിൽ ഫലപ്രദമായിട്ടുള്ള ഒരു കൃത്യമായ ഇന്ന മെഡിസിൻ, അങ്ങനെ ഒരു മെഡിസിൻ ഇല്ല, ഒരു കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് ആണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മിൽറ്റഫോസിൻ എന്നുള്ളൊരു ക്യാപ്സൂൾ അത് ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് ഇന്ന് കേരളത്തിൽ എത്തിയിട്ടുണ്ട്, അതും നൽകുന്നതാണ്. സർ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്തിൽ തന്നെ ലിറ്ററേച്ചർ വളരെ കുറവുള്ള ഒരു രോഗമാണിത്. ഈ രോഗത്തെ സംബന്ധിച്ചും ഇതിന്റെ ചികിത്സയെ സംബന്ധിച്ചും മെഡിക്കൽ ഫീൽഡിൽ, മെഡിക്കൽ കമ്മ്യൂണിറ്റിയിൽ ലിറ്ററേച്ചർ ഇല്ല സർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കുന്നതിന് വേണ്ടി കേരളം തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ നടപടികൾ നടക്കുന്നുണ്ട്. ICMR-മായി കൂടി സഹകരിച്ചുകൊണ്ടുകൊണ്ട് എന്തുകൊണ്ട് ഈ കേസസ് കൂടുതലായി നമുക്കിവിടെ ഇപ്പോൾ 5 കേസ് ഈ വർഷം ഉണ്ടല്ലോ, അപ്പോൾ അതിന്റെ ഒരു സീക്വൻസിംഗ് കൂടി നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ 3 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ 1 സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 കുട്ടികളുടെ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. രോഗലക്ഷണങ്ങളുമായാണ്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ രോഗലക്ഷണങ്ങളുമായാണ് 2 കുട്ടികൾ ഇപ്പോൾ ചികിത്സയിലുള്ളത്. കൂടുതൽ വിവരങ്ങൾ